بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد. വിശിഷ്ട വ്യക്തിത്വങ്ങൾ, സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ, നാട്ടുകാർ, യാത്രയെക്കുറിച്ചുള്ള കഥകളും അനുഭവങ്ങളും പങ്കുവെക്കാനും കേൾക്കാനുമാണ് ഈ സായാഹ്നം നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ഗരീബ് നവാസ് മുഈനുദ്ദീനിൽ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇറാനിലെ സിജിസ്ഥാനിൽ ജനിച്ച് അഫ്ഗാൻ വഴി പാകിസ്ഥാൻ വഴി ഡൽഹി അജ്മീറിലെത്തി ഒരുപാട് ആളുകളിലേക്ക് വെളിച്ചം പകർന്ന മഹാമനീഷിയുടെ ഓർമ്മയിലാണ് ഈ സായാഹ്നമെന്നത് ഈ സെഷൻ ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇവിടെ ഉണർത്തി. അതോടൊപ്പം തന്നെ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, യാത്രകൾ കുത്തിയൊഴുകുന്ന ജലം പോലെയാണ്. ചെളിയും മാലിന്യങ്ങളും കൊണ്ട് മലിനമായ ജലം ഒഴുകി ഒഴുകി ഒടുവിൽ ഒരു അരുവിയിൽ എത്തിച്ചേരുമ്പോൾ തെളിഞ്ഞ ജലമായി മാറുന്നത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെയാണ് യാത്രികൻ. സഞ്ചാരത്തിൻ്റെ ആധിക്യമനുസരിച്ച് അയാളുടെ സ്വഭാവവും സഹിഷ്ണുതയും പ്രകൃതങ്ങളിലുമെല്ലാം വലിയ മാറ്റങ്ങളും വലിയ സമുദ്ധാരണങ്ങളും നടക്കുമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നത് മുഹമ്മദ് അസദ് റോഡ് ടു മക്കയിലും ഉദ്ധരിക്കുന്നുണ്ട്. ഇന്ന് വളരെ പ്രമുഖരായ രണ്ട് യാത്രികരാണ് നമ്മോട് സംവദിക്കാനുള്ളത്. ഒന്ന് നമുക്ക് സുപരിചിതനാണ്, നമുക്കല്ല എന്നല്ല, മലയാളികൾക്കൊക്കെ സുപരിചിതനായ പി.ടി. മുഹമ്മദ് സഖാഫി. ഇന്ത്യയുടെ ഗ്രാമീണ മനോഹാരിതയിലേക്ക് മലയാളികളുടെ ശ്രദ്ധ ക്ഷണിച്ച, നെഗറ്റീവ് കമൻസ് ഇല്ലാത്ത കേരളത്തിലെ ഒരേ ഒരു വ്ളോഗർ എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിൻ്റെ യാത്രകൾ നമുക്കൊക്കെ മനസ്സിലാക്കിയതുപോലെ കേവലമായ ഒരു യാത്രകളല്ല, അതിലപ്പുറം ഗ്രാമീണതയുടെ സൗന്ദര്യം പകർത്തുന്നു, അവരുടെ സ്വഭാവ സവിശേഷതകളെ രാജ്യം ഒന്നടങ്കം പടർത്തുന്നു. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, നമ്മൾ കേട്ട കഥകൾക്കപ്പുറം കേൾക്കാത്ത നിരവധി കഥകളുള്ള ഒരു മഹാപ്രതിഭയാണ് നമ്മോടിന്ന് സംവദിക്കാനുള്ള പി.ടി. മുഹമ്മദ് സഖാഫി. കശ്മീർ മുതൽ രാജ്യത്തിൻ്റെ വിശിഷ്യ നോർത്ത് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും മറ്റു പലയിടങ്ങളിലും പി.ടി. നടത്തിയ യാത്രകൾ ജനങ്ങളുടെ ശ്രദ്ധ ഒരു പരിധിയോളം നോർത്ത് ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ യാത്രയുടെ ഉൽപ്പന്നമെന്നോളം ഹരിയാനയിൽ ഉയർന്നു വരുന്ന സുക്കൂൻ വില്ലേജ് ഒരു യാത്രികൻ്റെ യാത്രകൾ എങ്ങനെയാകണം എന്നതിലേക്കുള്ള ദിശ നൽകുന്നുണ്ട് മറ്റു യാത്രികർക്ക്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ നമുക്ക് കേൾക്കാം. രണ്ടാമത് നമ്മോട് സംവദിക്കുന്നത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷംവീൽ നൂറാനി. അദ്ദേഹം 24ഓളം രാഷ്ട്രങ്ങളിൽ അന്താരാഷ്ട്ര യാത്രകൾ നടത്തിയിട്ടുണ്ട്. പുറമെ ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത അനുഭവങ്ങളുണ്ട്. യാത്രകൾ എല്ലാവരും ചെയ്യാറുണ്ടെങ്കിലും ഷംവീൽ നൂറാനിയുടെ പ്രത്യേകത, അദ്ദേഹം ചെയ്ത യാത്രകൾ മാതൃഭൂമി ഉൾപ്പെടെയുള്ള IPB പോലെയുള്ള പ്രമുഖ പ്രസാധനാലയങ്ങൾ യാത്രക്കുറിപ്പുകളായി, യാത്രാ വിവരണങ്ങളായി പ്രസിദ്ധീകരിക്കുകയും ഏറെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. വിശിഷ്യ ഞാൻ അദ്ദേഹത്തിൻ്റെ തൂത്തൻഖാമൻ്റെ ഈജിപ്ത് അനുഭവങ്ങൾ എഴുതിയ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്ന സന്ദർഭത്തിൽ ഷാർജ ബുക്ക് ഫെയറിലുണ്ടായിരുന്നു. പ്രസ്തുത ഗ്രന്ഥം പ്രസാധനം ചെയ്തുകൊണ്ട് അഭിവന്ദരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ് പറഞ്ഞത്, മുസ്ലിം പണ്ഡിതർക്കിടയിൽ ഇത്രമാത്രം വൈദേശിക യാത്ര നടത്തി അതിൻ്റെ അനുഭവങ്ങളെ പുസ്തകമാക്കിയ മറ്റൊരാളെ അറിവിലില്ല എന്നാണ്.
ഏതായാലും 2 ദേശീയ അന്തർദേശീയ യാത്രാനുഭവങ്ങളെ അയവിറക്കുന്ന മനോഹരമായ ഈ രംഗത്ത്, ഈ ഒരു സായാഹ്നത്തിൽ കൂടുതൽ അവരുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. യാത്രകൾ എന്നതിലപ്പുറം ഖിദ്മയുടെ സേവനങ്ങളുടെ വഴിയെ വെട്ടിത്തുറന്നുകൊണ്ട് അവർ നടത്തുന്ന യാത്രയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷാഹുൽ ഹമീദ് ബാഖവി ശാന്തപുരം ഉസ്താദിൻ്റെ വിയോഗ ദിനത്തിലാണ് ഞാൻ ഡൽഹിയിൽ എത്തിച്ചേരുന്നത്. ഡൽഹിയിൽ എത്തിച്ചേർന്ന് ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴാണ് PT മുഹമ്മദ് സഖാഫി ഡൽഹി ത്വയ്ബ ഹെറിറ്റേജിൻ്റെ ഡിസൈനർ ആയി ഡൽഹിയിലെത്തുന്നത്. അന്നത്തെ അദ്ദേഹത്തോടുള്ള സംസാരത്തിൽ തന്നെ കേവലം ഒരു ഡിസൈനർ അല്ലെങ്കിൽ ഒരു യാത്രികൻ എന്നതിലപ്പുറം വിശാലമായ കാഴ്ചപ്പാട് അദ്ദേഹം പങ്കുവെക്കാറുണ്ടായിരുന്നു. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളുടെ തുടർച്ചകളിലേക്ക്, യാത്രകളുടെ തുടക്കങ്ങളിലേക്ക്, എന്തായിരുന്നു അങ്ങ് ഈ യാത്രകൾ തുടങ്ങാൻ പ്രചോദനമായ കാര്യങ്ങൾ എന്താണ്? ഗ്രാമങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും ആ യാത്രകളെ ഒപ്പിയെടുക്കുകയും മറ്റുള്ളവരിലേക്ക് ഇത് പടർത്തണമെന്നുമുള്ള ആലോചനകളിലേക്ക് അങ്ങ് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? അസ്സലാമു അലൈക്കും. ഞാൻ യാത്രകൾ ആരംഭിച്ചത് ഞാൻ അങ്ങനെ ഒരു നിരന്തര ഷംബീൽ ഉസ്താദിനെ പോലെ അങ്ങനെ ഒരു നിരന്തര യാത്രക്കാരനൊന്നുമല്ല. പകരം ഞാൻ യാത്ര ചെയ്തിട്ടുള്ള രാജ്യങ്ങൾ പാസ്പോർട്ടിൽ രേഖപ്പെടുത്താൻ പറ്റാത്ത രാജ്യങ്ങളൊക്കെയാണ്. നേപ്പാളും ഭൂട്ടാനും ഒക്കെയാണ് അതിലൊന്നിൽ. പക്ഷെ ഷംബീൽ ഉസ്താദ് ഒരുപാട് രാജ്യങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ബയോ കാണുമ്പോൾ എനിക്ക് പലപ്പോഴും അസൂയ തോന്നാറുണ്ട്. ഇങ്ങനെ കുറേ രാജ്യങ്ങളുടെ പതാക അതിൽ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ഡൽഹിയിൽ ഒരു ജോലിക്ക് വേണ്ടി പോയി. പിന്നീട് ഡൽഹി ത്വയ്ബ ഹെറിറ്റേജുമായിട്ട് വന്ന് അങ്ങനെ അവിടെ നിന്ന് അവിടുത്തെ പ്രവർത്തകരോടൊപ്പം, പ്രത്യേകിച്ച് ഷാഫി ഉസ്താദിൻ്റെ കൂടെയൊക്കെ വിവിധ ഗ്രാമങ്ങളിൽ എത്തിച്ചേരുകയും നമ്മുടെ നാട്ടിൽ നിന്ന് വിഭിന്നമായ ഒരു ഗ്രാമീണ അന്തരീക്ഷം ഒക്കെ പലപ്പോഴും ഈ ഗ്രാമങ്ങളിൽ കണ്ടപ്പോൾ അത് പലപ്പോഴും പലരും പറയാറുണ്ട്, നമ്മുടെ കേരളത്തിൽ നിന്നൊരു 10-30 കൊല്ലം പിറകിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കുമോ അതുപോലെയുള്ള ഗ്രാമങ്ങൾ ഉത്തരേന്ത്യയിലെ ഇത്തരം സ്ഥലങ്ങളിൽ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ വികസനം സാധ്യമായതുകൊണ്ട് തന്നെ എവിടെയാണ് ഗ്രാമം ആരംഭിക്കുന്നത് എന്നും എവിടെയാണ് നഗരം അവസാനിക്കുന്നത് എന്നും മനസ്സിലാകാത്ത വിധം മാറ്റങ്ങൾ ഉണ്ടായതിൻ്റെ ഫലമാണ് നമുക്കിവിടെ ഗ്രാമങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത്. പക്ഷേ ഉത്തരേന്ത്യയിലെ ഈ ഗ്രാമങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇത് നമ്മൾ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന്. അപ്പൊ അങ്ങനെയുള്ള അവിടെയുള്ള രസകരമായ കാഴ്ചകൾ ഇങ്ങനെ പുറത്തേക്ക് എത്തിക്കണം എന്ന് തോന്നിയതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഞാൻ കഥകളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. പക്ഷെ ഒരു സാധാരണ രീതിയിലാകരുത്, ഇതിനൊരു വ്യത്യസ്തത കൊണ്ടുവരണം എന്ന് ചിന്തിച്ചത് കൊണ്ട് വളരെ ആളുകൾക്കാർക്കും സമയമില്ല, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകുന്ന തരത്തിലുള്ള വീഡിയോകൾ ചിത്രീകരിക്കാം എന്ന് കരുതി ഞാൻ ആദ്യത്തെ വീഡിയോ ചാണകത്തെക്കുറിച്ചാണ്. നമ്മൾ അവിടുത്തെ കഥകൾ പറയാന്ന് പറയുമ്പോൾ അതിൻ്റെ കാഴ്ചകൾ മാത്രം കാണിക്കുക എന്നുള്ളതല്ല, പകരം ഇങ്ങനെയുള്ള കുറേ മനുഷ്യരും അവിടെ ജീവിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഇപ്പോൾ എന്നോട് പലപ്പോഴും ചോദിക്കാറുള്ളത്, ഈ ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ വസ്ത്രം ധരിച്ച് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ടോ? എല്ലാവരും അക്രമകാരികളല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ചില തെറ്റിദ്ധാരണകൾ, എല്ലാവരും ഇത് ഇങ്ങനെ നമ്മൾ ആക്രമിക്കാനായിട്ടിരിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. പകരം ഇങ്ങനെ സ്നേഹത്തോടെ സംവദിക്കുകയും സ്നേഹത്തോടെ നമ്മോട് പെരുമാറുകയും ചെയ്യുന്ന മനുഷ്യരും ഈ ലോകത്തുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ ഞാൻ എൻ്റെ യാത്രകളിലൂടെയും കഥകളിലൂടെയും വരച്ചു കാണിക്കുന്നത്. ഞാൻ വരുന്നത് പിന്നെ ഈ അടുത്ത് ഗുജറാത്തിലെ ഒരു ഗ്രാമത്തിൽ അവിടുത്തെ ഒരു കർഷകനെ പരിചയപ്പെടാൻ പറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അടുത്ത് പോകാനുള്ള കാരണം അദ്ദേഹത്തിന്റെ പറമ്പിൽ നിന്നുള്ളതല്ലാത്ത ഒരു വസ്തുവും കഴിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പോൾ ഒരു വ്യത്യസ്തമായൊരു അനുഭവം ആയതുകൊണ്ട് ഞാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിന്റെ പറമ്പിൽ വിളയാത്ത ഒന്നുമില്ല. അരിയുണ്ട്, ഗോതമ്പുണ്ട്, ഉള്ളിയുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്, ജീരകമുണ്ട്,
പിന്നെ കടുകുണ്ട്. അങ്ങനെ ഒരു അടുക്കളയിലേക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും അദ്ദേഹം ഒരു ശുദ്ധ വെജിറ്റേറിയൻ കൂടിയാണ്. അപ്പോൾ പിന്നെ പുറത്തുനിന്നൊന്നും വാങ്ങേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു കർഷകൻ. നമുക്ക് മറ്റൊരാളെയും ആശ്രയിക്കാതെ ഒരു ജീവിതം ഈ ലോകത്ത് സാധ്യമല്ല. പക്ഷേ പരമാവധി തങ്ങളുടെ പറമ്പിൽ നിന്നുള്ള ഈ കാര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന ഒരു മനുഷ്യനെ കാണാൻ വേണ്ടി പോയതാ. അങ്ങനെ പോയി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഞങ്ങൾക്ക് കുറച്ച് ബജിയൊക്കെ ഉണ്ടാക്കി തന്നു. അവരുടെ ഗുജറാത്തി രീതിയിലുള്ള കുറച്ച് ബജിയൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ കൂടെ ഉള്ളി കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് അദ്ദേഹം പറമ്പിൽ പോയി അധികം മൂക്കാത്തൊരു ഉള്ളിയൊക്കെ ഇങ്ങനെ പറിച്ചു കൊണ്ടുവന്ന് 4 കഷ്ണങ്ങളാക്കി എനിക്ക് വച്ച് തന്ന് ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് ടേസ്റ്റ് ഉണ്ടോ? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് ഒന്നും തോന്നിയില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് വരെ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അതെന്താ കഴിക്കാത്തത്? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ മണ്ണിനടിയിൽ വിളയുന്ന വിഭവങ്ങൾ കഴിക്കാറില്ല, അതെൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. പക്ഷെ അദ്ദേഹം ഒരു ഹിന്ദുവാണ്. ജൈനമതത്തിൽ എന്തുണ്ട്, ഇങ്ങനെ മണ്ണിനടിയിൽ വിളയുന്ന വിഭവങ്ങൾ, ഉദാഹരണത്തിന് ക്യാരറ്റ്, ബീട്രൂട്ട്, അതുപോലെ ആലു, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള മണ്ണിനടിയിൽ വിളയുന്ന വിഭവങ്ങൾ കഴിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ ചിലപ്പം ജൈൻ ഫുഡ് തിരഞ്ഞെടുക്കാൻ ഉള്ള ഓപ്ഷനൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ. പക്ഷേ ഹിന്ദുക്കളിലും അങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്ന് മനസ്സിലാക്കിയത് ഞാൻ അന്ന്. പക്ഷേ ആലോചിച്ച് നോക്കും, നമ്മൾ കഴിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം കഴിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം നമുക്ക് വിളമ്പി തരികയാണ്, നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള കുറെ മനുഷ്യർ നമുക്കിടയിൽ ജീവിച്ചിരിപ്പുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് സത്യത്തിൽ നമ്മുടെ യാത്ര. പക്ഷെ അതിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യം, ഉത്തരേന്ത്യയിലെ ഇത്തരം ഗ്രാമങ്ങൾ വിദ്യാഭ്യാസപരമായും അതുപോലെ വികസനപരമായൊക്കെ പിന്നാക്കമാണ് എന്ന ഒരു വരികൾക്കിടയിലൂടെ ആളുകൾക്കത് സ്വാഭാവികമായും മനസ്സിലാകുന്നുണ്ട്. ആ ഒരു അർത്ഥത്തിലാണ് ഞങ്ങളൊരു കൂട്ടായ്മ, സുക്കൂൻ, ഞാനും ഷാഫി ഉസ്താദും ഷാഹിദ് ഉസ്താദും ഒക്കെയുള്ള ഒരു കൂട്ടായ്മ ഇതിന് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിങ്ങനെ പരിചയപ്പെടുത്തുന്നതും അതിലൂടെ നമ്മുടെ വീഡിയോകൾ കാണുന്ന ആളുകളിൽ നിന്നുള്ള സഹായം സ്വീകരിക്കാനുള്ള ഒരു ആശയം വരികയൊക്കെ ചെയ്തത് അങ്ങനെയാണ്. ഗ്രാമങ്ങളിലേക്ക് പൊതുവെ നിരവധി ആളുകൾ യാത്രകൾ നടത്താറുണ്ട്. ഒരു ഗ്രാമത്തിലെ അനുഭവങ്ങളെ കഥയാക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗ്രാമത്തിലെത്തുമ്പോൾ ആ ഒരു ഗ്രാമത്തിൽ ആദ്യം നിരീക്ഷിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും? പിന്നെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ഇങ്ങനെ തമാശക്ക് പറയും, നമ്മുടെ ഒരു കണ്ടന്റ് അല്ലേ ആ കിടക്കുന്നതെന്ന് പറയും. അത് നമ്മൾ ഗ്രാമത്തിൽ ഇറങ്ങി നോക്കിയാൽ, നിങ്ങൾക്ക് ഉസ്താദിനെ അറിയാലോ, ഒരു ഗ്രാമത്തിൽ ഇറങ്ങി നോക്കിയാൽ പൊതുവെ എന്തായാലും ഒരു കണ്ടന്റ് എന്തായാലും ഉണ്ടാവും. കാരണം നമ്മുടെ നാടും ഉത്തരേന്ത്യയും തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. കുറേ വർഷങ്ങൾക്ക് പിറകിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമങ്ങളാണ്. അപ്പൊ അവിടെയുള്ള വിറക് പോലും, ഇപ്പോൾ ചാണകം കൊണ്ടുണ്ടാക്കുന്ന വിറക്, അത് വ്യത്യസ്തമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ, എൻ്റെ ഒരു സുഹൃത്ത്, ഒരു നജീബ് റഹ്മാൻ, അവന് ഒരു വ്ളോഗറാണ്, ഈ വാഹനങ്ങളുടെ ഒക്കെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. ഒരു ദിവസം ഒരു ഗ്രാമത്തിൽ വന്നപ്പോൾ ഞാൻ അവന് കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തി കൊടുത്തു. ഇതെങ്ങനെയാണ്, മറ്റേത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞതാണ്, എനിക്ക് അങ്ങനെ ഒരു ബോധമൊന്നും ഉണ്ടായിരുന്നില്ല, ഈ കാണുന്ന കാഴ്ചകളൊക്കെ എനിക്ക് വലിയ കൗതുകമാണ്. നിങ്ങൾ പറയുന്ന കഥകൾ കേൾക്കുമ്പോൾ അതിനേക്കാളും കൗതുകം തോന്നുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൂടാ? അങ്ങനെയാണ് ആദ്യമായിട്ട് വീഡിയോ ചെയ്തു തുടങ്ങി. പിന്നീട് നമ്മളിങ്ങനെ വീഡിയോകൾ ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അപ്പോൾ പിന്നെ എന്ത് കാഴ്ചകൾ കാണിക്കുമ്പോഴും അതിലൊരു കൗതുകം ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ അത്തിപ്പഴം നമ്മുടെ നാട്ടിലുണ്ടോ എന്നത് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അത്തിപ്പഴം നമ്മുടെ ഇന്ത്യയിൽ വിളയുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ്. അത് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലായത് ഒട്ടുമിക്ക ആളുകൾക്കും അത് പുതിയതാണ്. അതുപോലെ രാജസ്ഥാനിൽ തന്നെ ഒലീവ്, ജെയ്ത്തൂന് വിളയുന്നുണ്ട്. അത് അതിന്റെ സീസണിൽ അത് വിളവെടുക്കുമ്പോൾ കാണിക്കണം. അതും ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നത്. അതുപോലെ പിന്നെ ലോകത്തെ ഏറ്റവും വലിയ 2ാമത്തെ വൻമതിൽ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ രാജസ്ഥാനിലെ കുംഭൽഗഡിലാണ് എന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഞാൻ ഒരു പുതിയ അറിവായിട്ടാണ് പങ്കുവെച്ചത്. പുറത്തു വന്ന് നോക്കുമ്പോൾ ഒട്ടുമിക്ക ആളുകൾക്കും അത് പുതിയ അറിവാണ്. പക്ഷെ 2ാമത്തെ വലിയ വൻമതിൽ എന്നൊക്കെ പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ആദ്യത്തേത് 21,000 കിലോമീറ്ററാണ്, 2ാമത്തേത് 35 കിലോമീറ്ററാണ് എന്ന വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാഴ്ചകൾ നമ്മൾ ഗ്രാമത്തിൽ എവിടെ ചെന്ന് നോക്കിയാലും നമുക്ക് ആവശ്യമായ
കണ്ടന്റുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. ഷംവീലിലേക്ക് വരുമ്പോൾ അങ്ങയുടെ വിദേശ യാത്രകളാണ് അങ്ങയെ അടയാളപ്പെടുത്തിയത്. ആദ്യ വിദേശയാത്ര എങ്ങോട്ടായിരുന്നു? എന്തായിരുന്നു അതിൻ്റെ താല്പര്യം? ആ യാത്ര നിങ്ങളിൽ ഉണ്ടാക്കിയ ചിന്തകൾ എന്തെല്ലാമാണ്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. യഥാർത്ഥത്തിൽ എന്നെ ഒരിക്കലും വിദേശയാത്ര എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്നെ ഒരിക്കലും വിദേശയാത്രകളല്ല പ്രലോഭിപ്പിക്കാറുള്ളത്. എനിക്ക് ഇന്ത്യയിലൂടെയുള്ള യാത്രകൾ, പ്രത്യേകിച്ച് UP, ഗുജറാത്ത്, കശ്മീർ, ഹരിയാന, പഞ്ചാബ്, അതുപോലെ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങൾ, ഇതാണ് എന്നെ കൂടുതൽ താല്പര്യപ്പെടുത്തുന്നതും നമുക്ക് കൂടുതൽ അനുഭവങ്ങൾ നൽകുന്നതും ഇന്ത്യയിലൂടെയുള്ള സഞ്ചാരമാണ്. പക്ഷേ സ്വാഭാവികമായിട്ടും ഇപ്പം ഇന്ത്യയിലൂടെയുള്ള സഞ്ചാരങ്ങൾ കൂടുതൽ വർദ്ധിക്കുകയും പിന്നെ PT സക്കാഫി പറഞ്ഞതുപോലെ ഇന്ത്യയിലുള്ള കാഴ്ചകളൊക്കെ തന്നെയും ഗ്രാമ കാഴ്ചകളും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാഴ്ചകളായതുകൊണ്ട് തന്നെ അതിനൊരു പൊലിവുണ്ടാവില്ല. അപ്പോൾ പൊലിവുള്ള കാഴ്ചകൾ, നല്ല കളർഫുള്ളായ ബിൽഡിങ്ങുകൾ, നല്ല വിളഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ, പച്ച പിടിച്ച പുൽമേടുകൾ, നല്ല മനോഹരമായ ചളിവിറങ്ങാത്ത കെട്ടിടങ്ങളും മെജോലിക് ടൈലുകൾ പതിച്ച പഴയ സൗകുമാര്യമാർന്ന കെട്ടിടങ്ങളൊക്കെ ഉള്ള ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ ആളുകൾക്ക് കൂടുതൽ താല്പര്യം വരുന്നത് അതുകൊണ്ടാണ് നമ്മളതിനെ കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുത്തുന്നതും നമുക്ക് അനുഭവങ്ങൾ നൽകുന്നത്, നമുക്കൊരു യാത്ര ഇഷ്ടപ്പെടുന്നത് അനുഭവങ്ങൾ സംഭവിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ സമ്മാനിക്കുമ്പോഴാണ് യാത്രകളാകുന്നത്. ഇപ്പോൾ കണ്ടമാന യാത്രകൾ ഇപ്പോൾ വർദ്ധിച്ച കാലം, കോവിഡിന് ശേഷം യാത്രകൾ എല്ലാവരും യാത്രക്കാർ. ഇപ്പോൾ യാത്ര ചെയ്യാത്ത ആരാളെ? പണ്ട് മദീനത്തുന്നൂറിൽ വന്നൊരു വിദ്യാർത്ഥി അവനിവിടെ വന്ന് 4ാം വർഷമാണ് കേരളത്തിന്റെ പുറം സംസ്ഥാനത്തിലേക്ക് പോവുക, അതായത് 19ാം വയസ്സിൽ. ഇന്ന് 15ാം വയസ്സിൽ മദീനത്തുന്നൂറിൽ ചേർന്നൊരു വിദ്യാർത്ഥി അടുത്ത റമദാനിൽ തന്നെ അവൻ പോകുന്നത് ഡൽഹിയിലേക്കും അജ്മീറിലേക്കും ആഗ്രയിലേക്കും UPയിലേക്കും ട്രെയിൻ കയറാൻ തുടങ്ങി. അപ്പൊ യാത്ര ചെയ്യാന്നുള്ളത് ഇന്ന് എല്ലാവർക്കും പോസിബിളായ കാര്യമാണ്. അത് എന്ത് അനുഭവമാണ് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ് കാര്യം. സ്വാഭാവികമായിട്ട് എൻ്റെ ആദ്യ വിദേശയാത്ര ഏതൊരു മുന്നെയും പോലെയും മക്കയും മദീനയൊക്കെയാണ്. അതിനുശേഷം പിന്നീട് പോയ രാജ്യം നേപ്പാളിലാണ്. 2013 നേപ്പാളിലേക്ക് പോകുന്നത്. അത് ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത്. ഒരു മാസം ഇവിടെ UPയിലുള്ള ഗോരഖ്പൂർ ജില്ലക്കടുത്തുള്ള മറ്റൊരു ജില്ലയുണ്ട്, ബസ്തി ഖലീലാബാദ് എന്ന് പറഞ്ഞൊരു ജില്ലയുണ്ട്. അവിടെ റമദാനായ സമയത്ത്, അന്ന് മർക്കസിൽ പഠിക്കുകയാണ്, മുത്തവല്ലിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹക്കീം ഉസ്താദ് പറഞ്ഞു, റമദാനല്ലേ, നാട്ടിൽ നിൽക്കേണ്ട, നോർത്ത് ഇന്ത്യ UPയിലേക്ക് പോയിക്കോളൂ, RCFIൻ്റെ ഒരു പ്രൊജക്റ്റ് അവിടെ ഫില്ല് ചെയ്യാണ്ട് അങ്ങോട്ടേക്ക് വണ്ടി കയറിക്കുമെന്നാണ്. അങ്ങനെ 2 ലക്ഷം ഉറുപ്പിക കയ്യിൽ തന്നിട്ട് UPയിലേക്ക് പറഞ്ഞേക്കത്. UPയിൽ ഖലീലാബാദ് എന്ന് പറഞ്ഞ ജില്ലയിലൊക്കെ പോയത്. അപ്പം ഞാൻ അതിനു മുന്നേ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ പോകുന്നൊരു പരിചയം എന്ന് പറഞ്ഞാൽ അജ്മീർ, ആഗ്ര, ഡൽഹി, പിന്നെ നമ്മളെ ഗംഗാവതി, ബീജാപ്പൂര്, ദാവണകര പോലെയുള്ള സ്ഥിരപരിചിതമായ സ്ഥലങ്ങൾ, പിന്നെ പോർബന്ദർ പോലെയുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ഇവിടെ UPയിലുള്ള ഖലീലാബാദിൽ പോയപ്പോൾ ഞങ്ങളെ കുട്ടിക്കാലത്ത് ദൂരദർശനിൽ ഒരു പരിപാടിയുണ്ട്, എൻ്റെ ഗ്രാമം എന്ന് പറഞ്ഞിട്ട്. DD ന്യൂസിൽ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് ഒരു പരിപാടി ഉണ്ടാവും, എൻ്റെ ഗ്രാമം. അത് എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ ഷൂട്ട് ചെയ്ത നോർത്ത് ഇന്ത്യൻ പരിപാടിയാണ്. അത് മലയാളം ചാനലിൽ, അത് മലയാളത്തിൽ സംപ്രേഷണം ചെയ്യും. പുകവലി, ശിക്ഷാർഹാണെന്നൊക്കെ പോലുള്ള അതുപോലത്തെ മലയാളമായിരിക്കും, ഒരു രസമില്ലാത്ത മലയാളമായിരിക്കും, ട്രാൻസ്ലേറ്റ് മലയാളം. അപ്പൊ അങ്ങനത്തെ എൻ്റെ ഗ്രാമം എന്നുള്ള പരിപാടിയിൽ കാണിച്ച ഇന്ത്യയിലുള്ള ഗ്രാമങ്ങളാണ് ഞാൻ പിന്നീട് UPയിലെ ഖലീലാബാദിൽ പോയപ്പോൾ കാണുന്നത്. അവിടെ അന്ന് എത്തിയപ്പോൾ കാണുന്നത് 20 മണിക്കൂർ ഒരു ദിവസം കറണ്ട് ഉണ്ടാവില്ല. 20 മണിക്കൂർ കറണ്ടില്ല. എനിക്കാണെങ്കിൽ ഉഷ്ണവാദത്തിന്റെ പ്രശ്നമുള്ള ഒരാളാണ്. ഉഷ്ണവാദം എന്ന് പറഞ്ഞാൽ അതൊരു രോഗമെന്നല്ല, അതൊരു അവസ്ഥയാണ്. നമുക്ക് ഇങ്ങനെ ചൂടെടുക്കും. ഇപ്പൊ ചുള്ളിക്കോട് ഉസ്താനൊക്കെ കാണില്ലേ, കോട്ടൂർ ഉസ്താനൊക്കെ കാണില്ലേ, അവർക്ക് ഇങ്ങനെ ചൂടെടുക്കും. അതൊരു രോഗമെന്നല്ല, പക്ഷെ അതൊരു അവസ്ഥ, വല്ലാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ 20 മണിക്കൂർ കറണ്ട് ഇല്ലാത്തൊരു നാട്ടിലെത്തിയുള്ള അവസ്ഥ എന്താ? അതുപോലെ മച്ചർ, കൊതുകുകളാണ് നമ്മളെ രാത്രി ആലിംഗനം ചെയ്യുക. നമ്മളെ സ്വപ്നത്തിന് പുണരാനുണ്ടാവുക കൊതുകുകളായിരിക്കും. അപ്പോൾ ഒരു വിധത്തിൽ രാത്രി ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ 20 മണിക്കൂർ കറണ്ട് ഇല്ലാത്തൊരു നാട്ടിൽ ഉഷ്ണവാദത്തിന്റെ പ്രശ്നമുള്ളൊരു വ്യക്തി കൊതുകുകളോടൊപ്പം ജീവിക്കാൻ വേണ്ടി ഒരു മാസം പോയി.
അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയൊക്കെ, അങ്ങനത്തെ ഒരു നാട്ടിലുള്ള ജനങ്ങളെക്കുറിച്ചുള്ള നമ്മളൊരു പ്രതീക്ഷ എന്തായിരിക്കും? അവർ ഭയങ്കര എരപ്പന്മാരായിരിക്കും. മീൻസ് ഭക്ഷണത്തോട് അടി കഴിയുന്ന, ആളുകളുടെ സമ്പത്ത് കുറച്ചെടുക്കും. നേരത്തെ PT പറഞ്ഞല്ലോ, ആളുകളെ കൊള്ളയടിക്കും, പിടിച്ചു പറിക്കും. എന്നാൽ അങ്ങനത്തെ ഒരു സ്വഭാവമില്ലാത്ത വളരെ അടക്കവും ഒതുക്കമുള്ളൊരു ജനത. ഞാൻ 2 ലക്ഷം ഉറുപ്പ്യായിട്ട് പോയത് അവിടെയുള്ള, നേരത്തെ ഉബൈസ് സഖാഫി പറഞ്ഞല്ലോ, അദ്ദേഹം അവിടെ ഒരു മസ്ജിദ് ഉണ്ടാക്കിയിരുന്നു. മസ്ജിദ് സൈനബ എന്നാണ് ഒരു മസ്ജിദ്. ആ പള്ളിയിൽ ഒരു നോമ്പറൊക്കെ വേണ്ടിയിട്ടാണ് പോയത്. നോമ്പർ നടത്താനാണ് പോയത്. നോമ്പർ നടത്താനും ചെറിയ വയലിനും. അവിടെ പോയി നോക്കിയിട്ട് ഇവർക്ക് ഈ 2 ലക്ഷം ഉറുപ്പ്യൻ്റെ നോമ്പർ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചോദിച്ചിട്ടും ഇവർക്ക് അതൊന്നും വേണമെന്നില്ല. ഹസ്രത്ത് എന്താണോ തരുന്നത് അത് മതി, അല്ലാണ്ട് ഞങ്ങളെ അങ്ങനെ തീറ്റി പോറ്റണം എന്നൊന്നുമില്ല. കനാഴത്ത്, നമ്മൾ അതിക്കയിലൊക്കെ പഠിച്ചൊരു സംഗതി ഉണ്ടല്ലോ, കനാഴത്ത്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുത്തുക, ഹിർസ്, മറ്റൊന്നിലേക്കുള്ള അമിതമായ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യരെ കണ്ടത്. അപ്പോൾ നോർത്ത് ഇന്ത്യ എന്നുള്ള കാഴ്ചയും കാഴ്ചപ്പാടും എന്നെ ആ ഒരു യാത്രയിലാണ് മാറ്റിയത്. അവിടുന്ന് പിന്നെ നേപ്പാളിലേക്ക് പോയി. ഇതായിരുന്നു ആദ്യം കാലത്ത് നടത്തിയ യാത്രകൾ. പിന്നീട് ബഹുമാനപ്പെട്ട ഹക്കീം അസേരി ഉസ്താദ് ഉസ്ബെക്കിസ്ഥാനിലേക്ക് കൊണ്ടുപോയി. മലേഷ്യയിലേക്ക് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമയോടൊപ്പം മലേഷ്യയിലേക്ക് ഒരു മൗലൂദുൽ അക്ബർ പ്രോഗ്രാമിന് കൊണ്ടുപോയി. അന്ന് ഞാൻ മർക്കസ് നോളജ് സിറ്റിയിൽ ചുമതല ഏറ്റെടുത്ത് ഉടനെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അന്താരാഷ്ട്ര പരിപാടികൾ എങ്ങനെയായിരിക്കണം, ഒരു സിറ്റിയുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്ന ആൾ നിലക്ക് എനിക്കൊരു അന്താരാഷ്ട്ര ഒരു സംഗതികളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന നിലക്ക് ഒരു ഓഫറായിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ അവിടെയുള്ള മൗലൂദുൽ അക്ബർ പ്രോഗ്രാമുകൾ, അവിടെ മിനിസ്റ്റീരിയൽ ഇടപെടലുകൾ, ഇതൊക്കെ കാണാനും പരിചയപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞു. പിന്നീട് ഉസ്ബെക്കിസ്ഥാൻ, മൊറോക്കോ ഇവിടങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെയാണ് പിന്നീട് ഈ യാത്രകളിലേക്ക് പ്രവേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഗ്രാമങ്ങളിൽ പൊതുവെ മുതഅല്ലിമുകളും അല്ലെങ്കിൽ കേരളീയരുടെ ഒരു വിചാരം, ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ പൂർണ്ണമായി ദാരിദ്ര്യത്തിൻ്റെതാണ്, വിദ്യാഭ്യാസരഹിതരാണ്, അസംസ്കൃതരാണ് എന്ന ചിന്താഗതികൾ ചെറുതല്ലാത്തൊരു കമ്മ്യൂണിറ്റിയിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ PT പ്രസിദ്ധീകരിക്കുന്ന പല ചിത്രങ്ങളിലും ഗ്രാമങ്ങളിൽ നിന്ന് നഗര സമൂഹം അല്ലെങ്കിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ഉൾക്കൊള്ളേണ്ട വലിയ വലിയ മനോഹരമായ സംസ്കാരങ്ങളെ അടയാളപ്പെടുത്തുന്ന നിരവധി വീഡിയോകൾ, പ്രത്യേകിച്ച് ചില സ്ഥലങ്ങളിലെ ആതിഥ്യ മര്യാദകളാകാം, ചില സ്ഥലങ്ങളിലെ സ്വഭാവ സവിശേഷതകളാകാം, ചില സംസ്കാരങ്ങളാകാം. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾ ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ നഗരപ്രദേശങ്ങൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട സംസ്കാരങ്ങളെന്ന് തോന്നിയത് എന്തെല്ലാമായിരിക്കാം? ഒന്ന്, അവരുടെ ഭക്ഷണശീലം തന്നെയാണ്. നമുക്ക് എത്രത്തോളം പിന്തുടരാൻ സാധിക്കുമെന്നൊന്നും എനിക്കറിയില്ല. പകരം അവരുടെ ഒരു ഭക്ഷണത്തിന് അവർ ഒരു ദിവസം ചിലപ്പോൾ 3-4 നേരമൊന്നും ഭക്ഷണം കഴിക്കില്ല, 2 നേരം ഭക്ഷണം കഴിക്കും. അത് തന്നെ അതിൽ സാലഡ് ഉൾപ്പെടുത്തി, അത് ഒരു എന്താ പറയുക, വിഭവസമൃദ്ധമായ ഭക്ഷണത്തിനപ്പുറം ഒരു മനുഷ്യന് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുന്ന രീതി, അത് പിന്നെ എനിക്ക് ഒരു വലിയ സന്തോഷമായിട്ട് തോന്നിയത് ഈ കാശ്മീരിലെയും അതുപോലെ പഞ്ചാബിലെയൊക്കെ ചില ഭാഗങ്ങളിലൊക്കെയുള്ള ആതിഥ്യ മര്യാദയാണ്. ഒന്ന്, അതിൽ നമ്മൾ ഭക്ഷണത്തെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അതിലെ ആദ്യത്തെ ഘടകം. നമ്മൾ ഭക്ഷണം വിളമ്പി വെച്ചതിന് ശേഷം നമ്മൾ വന്നിരിക്കുക എന്നുള്ളതല്ല, പകരം നമ്മൾ വന്നിരുന്നതിന് ശേഷം ഭക്ഷണം വിളമ്പുക എന്നുള്ളതാണ്. ഗ്രാമങ്ങളിൽ എവിടെയും ഡൈനിങ് ടേബിളും ചെയറും നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ലല്ലോ. അതുപോലെ ഈ നിലത്ത് വന്നിരുന്ന് നമ്മുടെ മുന്നിൽ സുപ്ര വിരിച്ച് അതിലേക്ക് ആവശ്യമായ ഭക്ഷണം കൊണ്ടുവന്ന്, അതിനു മുമ്പ് നമ്മുടെ കൈ കഴുകാനുള്ള സംവിധാനം കൊണ്ടുവന്ന് അതിലേക്ക് പിന്നെ ഭക്ഷണം നിരത്തി, പിന്നീട് നമ്മൾ ഭക്ഷണം കഴിച്ച് അതിന് മുമ്പ് ദുആ ചെയ്ത് ഭക്ഷണം തിരികെ കൊണ്ടുപോയി വീണ്ടും കൈ കഴുകിയതിനു ശേഷമാണ് നമ്മുടെ ഇവിടേക്ക് ഈ ഭക്ഷണത്തിന് മുമ്പുള്ള കൈ കഴുകൽ ഒരു പക്ഷെ മുമ്പിൽ സാധിക്കും, ശേഷമുള്ളത് ഒരു പക്ഷേ സാധിച്ചോളണമെന്നില്ല. കാരണം നമ്മൾ ശീലിച്ച രീതി കയ്യിൽ മൊത്തം ആയിട്ടുണ്ടാവും, അതൊക്കെ ഒന്ന് സോപ്പിട്ട് കഴുകി പിന്നെ ഒന്ന് കൊപ്പിളിച്ച് അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടാവും. പക്ഷെ ഉത്തരേന്ത്യക്കാരുടെ ഒരു ഭക്ഷണശീലത്തിൽ അവരുടെ കൈകളിൽ പോലും കറിയാകാത്ത വിധമുള്ള രീതിയാണ് അവരുടെ. ഒരിക്കലും ഞാൻ ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് പിന്നെ അവിടെയുള്ള ഡൽഹിയിലെ നമ്മുടെ കൂട്ടുകാരെ വെച്ചിട്ടൊരു ഇഫ്താർ സംഘടിപ്പിച്ചപ്പോൾ നമ്മുടെ ഒരു ഭക്ഷണ രീതിയായ പത്തിരിയും ഇറച്ചിക്കറിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് ആണ് വിളിച്ചത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ കൊടുത്തപ്പോൾ
അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, ആദ്യം പത്തിരിയിട്ട് അതിന് മുകളിലേക്ക് ഇറച്ചിച്ചാറൊക്കെ ഒഴിച്ച് അങ്ങനെ ഒരു ഇതിനൊരു വൈകാരിക ബന്ധമുണ്ടല്ലോ, അങ്ങനെ കഴിക്കണം. പക്ഷെ അവർ ചെയ്യുന്നത് ഈ പത്തിരി കയ്യിൽ പിടിച്ചിട്ട് ഈ പ്ലേറ്റിലേക്ക് ഇറച്ചിച്ചാറ് കൊടുത്തിട്ട് ഈ ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് ഇതിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അവരുടെ കയ്യിൽ ഒരു തരി പോലും കറിയാകാത്ത വിധമുള്ള ഭക്ഷണം. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വിരൽ കൊണ്ടാണ് ഭക്ഷണം കഴിക്കാറുള്ളത്. അതിങ്ങനെ യഥാർത്ഥത്തിൽ കാണാൻ സാധിക്കുന്നത് അവിടുന്ന് ഇങ്ങനെ അത്തരം ചില കാര്യങ്ങൾ നമുക്ക്. മറ്റൊന്ന്, നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതി പലപ്പോഴും ഇത്തരം ആളുകൾക്ക് അറപ്പുളവാക്കുന്ന രീതിയാണ്. അത് നമുക്ക് ഒരു സംസ്കാരത്തിന്റെ പിൻബലമൊക്കെ അങ്ങനെ വേണമെങ്കിൽ പറയാമെങ്കിലും പക്ഷെ ഇതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അങ്ങനെ വളരെ ലഘുവായി ഭക്ഷണം കഴിക്കുന്ന ആ സംസ്കാരം അതാണ് പകർത്തണം എന്ന് തോന്നിയത്. ഒരു കാര്യം അതാണ്. അങ്ങ് സന്ദർശിച്ച രാജ്യങ്ങളിൽ ഏറെ ആകർഷണീയത തോന്നിയ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും സന്ദർശിക്കണമെന്ന് തോന്നിയ രാജ്യം ഏതാണ്? എന്താണ് അങ്ങോട്ട് ആകർഷിക്കുന്ന പ്രേരകം? അത് നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം ഏതാണ്, അങ്ങോട്ട് പോകാൻ കാരണം എന്താണ്? ഇപ്പം ഇന്ന് രാവിലെ എന്നോട് ആ ആംബിയൻസിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, സയ്യിദ് സൈഫുദ്ദീൻ കൊടകിൽ നിന്ന്. യഥാർത്ഥത്തിൽ എനിക്ക് അങ്ങനെ ഒരു രാജ്യത്ത് പോയി നിൽക്കണമെന്നോ ഒരു രാജ്യത്ത് കുറേ വട്ടം പോകണമെന്നോ അങ്ങനെ ഒരു ആഗ്രഹമൊന്നുമില്ല. സത്യം, ഞാനിപ്പോൾ ഒരു ഗൃഹാതുരത്തനായ ഒരു വ്യക്തിയാണ്. എവിടെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പോയാൽ അതിനേക്കാൾ വേഗതയിൽ സ്വന്തം നാട്ടിൽ വന്ന് വീട് എൻ്റെ ഒരു മഹലിൽ, മീൻസ് ഞാൻ ഇടപെടുന്ന ഒരു കേന്ദ്രത്തിൽ, ഈവൻ ഞാൻ എൻ്റെ വീട്ടിൽ പോലും പെട്ടെന്ന് പോകാറില്ല, നേരെ നോളജ് സിറ്റിയിൽ വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ശൈലി. കാരണം എനിക്ക് എൻ്റെ ആ ഒരു കേന്ദ്രത്തിലെത്തിയാൽ ഒരു കംഫർട്ട് ഫീൽ ചെയ്യും. ഞാൻ വീണ്ടും പറയുന്നു, എനിക്ക് ഏറെ ഇഷ്ടം പല കാരണങ്ങൾ കൊണ്ടാണ് പല രാജ്യങ്ങളും ഇഷ്ടപ്പെടുന്നത്. ചരിത്രമാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു സംഗതി. ഞാനിപ്പോൾ എൻ്റെ പുസ്തകങ്ങളിലൊക്കെ തന്നെയും അത് ഊന്നി സംഗതികൾ ചരിത്രമാണ്. അതിലെന്നെ ഏറ്റവും ഹഠാതാകർഷിച്ചത് ഒന്ന് മൊറോക്കോയാണ്. മൊറോക്കോ ഇവിടുന്ന് വടക്ക് പടിഞ്ഞാറ് അങ്ങ് ആഫ്രിക്കയിൽ മഗ്രിബ്, അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ദുനിയാവില്ല ഒരു കാലത്ത് വരെ. കൊളംബസ് അമേരിക്ക കണ്ടുപിടിച്ചതൊക്കെ 16-17 നൂറ്റാണ്ടിലാണ്. അപ്പം ചരിത്രത്തിൻ്റെ വലിയൊരു കാലഘട്ടം വരെ മഗ്രിബായിരുന്നു സൂര്യൻ അസ്തമിക്കുന്ന ഇടം. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ രാജ്യമില്ല ആളുകൾ അറിവിൽ. ഈ മൊറോക്കോയിൽ എത്തിച്ചേർന്നാൽ, നിങ്ങൾ ആഫ്രിക്ക എന്നുള്ളൊരു കൺസെപ്റ്റിൽ മൊറോക്കോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ നിങ്ങളെ കാഴ്ചപ്പാട് മൊത്തം തെറ്റും. അവിടെ ഇസ്ലാമിക ചരിത്രം നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ എത്തിപ്പെട്ട ഒരു സംഘർഷത്തിൻ്റെ മറ്റൊക്കെ ഒരു കഥകൾ നമ്മൾ അവിടെ ആലോചിച്ചു. പെട്ടെന്ന് താരിഖ് ബിൻ സിയാദിൻ്റെയും അതുപോലെ മറ്റേ ഫെർഡിനാൻഡ് രാജാവിൻ്റെയും ഇസബല്ല രാജ്ഞിയുടെ ഒക്കെ ചതിയിൽ കുടുങ്ങിക്കൊണ്ട് മുഹമ്മദ് ഖാ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവ് സ്പെയിനിൽ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ടുകൊണ്ട് മൊറോക്കോയിലേക്ക് വരുന്ന ഒരു സന്ദർഭമൊക്കെ ചരിത്രത്തിൽ കാണാം. അത് ഇദ്ദേഹത്തിൻ്റെ എളാപ്പ ഗഫാർ സയ്യിദി ഉസ്താദ് മനോഹരമായി ഉറുദു കാവ്യങ്ങളൊക്കെ ചൊല്ലി അവതരിപ്പിക്കും. ആ മൂപ്പരാ വിഷയത്തിൽ ഇക്ബാലിൻ്റെ തരാനെ മില്ലൊക്കെ പാടിയിട്ട് അവതരിപ്പിക്കും. ആ ഒരു ചരിത്രവും മറ്റൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുമ്പിട്ട് കരഞ്ഞു പോകും. അത് അപ്പോൾ ഈ ചരിത്രമാണ് നമ്മൾ ഓരോ നാട്ടിലേക്കും നമ്മൾ ആകർഷിക്കുന്ന ഒരു വസ്തുത. മറ്റൊന്ന് ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ 7-8 തവണ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിൽ ഓരോ തവണ പോകുമ്പോഴും ഇപ്പം നേരത്തെ അദ്ദേഹം പറഞ്ഞ ആതിഥ്യ മര്യാദ എന്ന് പറഞ്ഞു, ഇന്ത്യയിലേക്ക് കടന്നു വന്ന പല നല്ല സംഗതികളും മുഗളന്മാർ കൊണ്ടുവന്നതാണ്. മുഗളന്മാർ എന്ന് പറഞ്ഞാൽ ബാബറാണല്ലോ മുഗൾ സംസ്കാരം ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിലുള്ള അന്തിജാൻ ഫെർഗാന വാലിയിലുള്ള ആളാണ്. അദ്ദേഹത്തിൽ നിന്നാണ് മുഗൾ സംസ്കാരം നോർത്ത് ഇന്ത്യയിലുള്ള പല സംസ്കാരങ്ങളും കടന്നു വന്നത്. അതായത് സെൻട്രൽ ഏഷ്യക്കാർ അവർ കാണിച്ചു തന്ന ആതിഥ്യ മര്യാദ ഞാൻ എൻ്റെ ബുഹാറ സുസാനി എന്നുള്ള പുസ്തകത്തിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട്. അതിൽ അവിടെ പോയപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞങ്ങൾ ഒരു വലിയൊരു മല സഞ്ചരിച്ച് വന്നു. ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ഒരു പള്ളിയിൽ മഗ്രിബ് നിസ്കരിക്കാനും ഇശാ നിസ്കരിക്കാനും കൂടി പള്ളിയിൽ കയറിയിരുന്നപ്പോൾ നമ്മൾ യാത്രക്കാരാന്നുള്ള കാഴ്ച തന്നെ മനസ്സിലാവും. നമ്മളെ കോട്ടുണ്ട്, ഷൂ ഉണ്ട്, സോക്സ് ഉണ്ട്, കയ്യിൽ ബാഗ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ പുറത്തുണ്ട് ഒരാൾ വന്നിട്ട് എനിക്ക് ഇങ്ങനെ മാലീസ് ഇട്ടിരുന്നു, മസാജ് ഇട്ടിരുന്നു.
ഞാനിങ്ങനെ തിരിഞ്ഞപ്പോൾ എൻ്റെ കൂടെയുള്ള സഹയാത്രികർക്ക് മസാജ് ഇട്ട് കൊടുക്കുന്നു, ആ മൂലക്കിലിരിക്കുന്ന അക്കീമുസ്താന് മസാജ് ഇട്ട് കൊടുക്കുന്നു, വേറൊരാൾക്ക് തല മസാജ് ഇട്ട് കൊടുക്കുന്നു, വേറൊരാൾക്ക് കാല് നക്കി കൊടുക്കുന്നു. സംഗതി എന്താണ്? ഇത് ഇട്ട് കൊടുക്കുന്നത് 25 വയസ്സുള്ള എനിക്ക് 65 വയസ്സുള്ള ആളാണ് ഇട്ടിരുന്നത്. അപ്പോൾ എന്താണ്, നമ്മളൊരു വിദേശിയായ ഒരാൾ ഒരു നാട്ടിലേക്ക് വന്നപ്പോൾ ഞാനൊരു യാത്രികനാണ്. അപ്പോൾ ആ യാത്രികൻ എന്നതിലേക്ക് എനിക്ക് ക്ഷീണം ഉണ്ടാവും. അപ്പോൾ ആ ക്ഷീണമുള്ള എനിക്ക് ഇവരെന്താക്കി തരാണ്, എൻ്റെ ക്ഷീണം അകറ്റാനുള്ള പ്രക്രിയകൾ ഇവർ ചെയ്തതാണ്. തല മാലീസിട്ട് തരാം, കൈ നെക്കി തരാം, കാല് നെക്കി തരാം. അപ്പം നമ്മൾ 16 ആളുകളുണ്ട്, 16 ആളുകൾ കൊണ്ട് സേവനം ചെയ്യാൻ ആളുകൾ. അതുപോലെ നമ്മളൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ ചെരുപ്പ് അയച്ച് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് വന്നാലുണ്ടാവും ആ ചെരുപ്പ് റിവേഴ്സ് ഗിയർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ എങ്ങനെയാണോ, നമ്മളൊരു അലക്ഷ്യമായിട്ടും വിട്ടുപോകല്ലേ ചെരുപ്പ് നമ്മൾ തിരിച്ചു വരുമ്പോണ്ടാവും കൃത്യമായി ചെരുപ്പ് ഒരു ഓർഡറിലാക്കി വെച്ച് നമ്മളെ പേഴ്സ് കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമുക്ക് കാലിടാൻ പറ്റുന്ന രൂപത്തിൽ. ഇനി ഷൂ ഇടുന്ന ആളുകൾക്ക് ചില സമയം ഷൂ കൈ വെച്ചിട്ടായിരിക്കും ഇടാം, നമ്മളാണ് കൈനെ കൊണ്ട് ഷൂ ഇടാം. മറ്റുള്ള നാടുകളിലൊക്കെ ഷൂ ഹോൺ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും, ഒരു കമ്പ്, ഷൂ ഒക്കെ വാങ്ങാൻ കിട്ടും ഒരു ഷൂ ഹോൺ. ഈ ഷൂ ഹോൺ വെച്ചിട്ട് നമ്മളെ ചെരുപ്പിടാൻ വേണ്ടി, ഷൂ ഇടാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ തദ്ദേശീയരായ ഉസ്ബെക്കിസ്ഥാൻകാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഇതൊക്കെ മുഗൾ സാമ്രാജ്യത്തിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് കൈമാറി വന്നതാണ്. മുഗളന്മാർക്ക് ഇത് കിട്ടിയത് ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്നാണ്. ഉസ്മാനികൾക്ക് ഇത് കിട്ടിയത് ഇസ്ലാമിന്റെ ഏറ്റവും നല്ല അഖ്ലാഖുകളിൽ നിന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള അഖ്ലാഖുകൾ, ജനങ്ങളുടെ ഇടപെടലുകൾ, സ്വഭാവങ്ങളൊക്കെയാണ് എന്നെ ഓരോ നാടുകളിലേക്കും ആകർഷിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ ദിവസം സർഹിന്ദിൽ നിന്ന് ഏതാണ്ട് 200ഓളം കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് വേണം ഭട്ടിണ്ടയിലെത്താൻ. അങ്ങനെ രാത്രി ഞാനും സർഹിന്ദിലെ മർക്കസ് ഇമാം റബ്ബാനിയിലെ പ്രിൻസിപ്പൽ സയ്യിദ് മുഅമ്മിൽ ബാഹസനും രാത്രി ലുധിയാന സന്ദർശിച്ച് യാത്ര ചെയ്യുകയാണ്. സ്വാഭാവികമായും നിരന്തരം ഭട്ടിണ്ടയിലേക്ക് യാത്ര ചെയ്ത അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് നിർഭയത്വമായി യാത്ര ചെയ്യാമായിരുന്നു. അങ്ങനെ ഇരിക്കെ തണുപ്പാണ്, ഏതാണ്ട് 6-8 ഡിഗ്രി എല്ലാമാണ്. എന്നിരുന്നാലും സ്വാഭാവികമായി നമ്മൾ യാത്ര ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു ധൈര്യവുമുണ്ട്. പക്ഷേ ഗൂഗിൾ മാപ്പ് വെച്ചിട്ടാണ് യാത്ര നടത്തുന്നത്. ഒരു 10-50-60 കിലോമീറ്റർ പോയപ്പോൾ ഗൂഗിൾ വഴി തെറ്റിക്കുകയും ഗ്രാമത്തിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യേണ്ടി വരികയും ചെയ്തു. നേരം 1 മണിയായിട്ടുണ്ട്. ഒട്ടും റോഡ് കാണുന്നില്ല. അല്പം മുന്നോട്ട് പോയപ്പോൾ റോഡിൽ മഞ്ഞ വരയും വെള്ള വരയും ഉണ്ടെങ്കിലും ഒരല്പം കൂടി മുന്നോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് മേഘക്കീറുകൾക്കുള്ളിലൂടെയാണ് യാത്ര പോകുന്നത്, ഇനി യാത്ര സ്റ്റോപ്പ് ചെയ്യണം. പക്ഷേ ചുറ്റും ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഇരുവശത്തു കാടുകളാണ്, ശബ്ദങ്ങളുണ്ട്, അപരിചിതമായ വല്ലപ്പോഴും ഒരു വാഹനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. ഒരു പടി മുന്നോട്ട് വാഹനം എടുക്കാൻ സാധിക്കാത്തൊരവസ്ഥ, ഭീതിതമായ അവസ്ഥ. ആര് എന്തെങ്കിലും പറ്റിയാൽ, എന്തെങ്കിലും ചെയ്താൽ അറിയാത്ത. ഞങ്ങളുമെല്ലാം അവിടെ സൈഡാക്കി അന്നത്തെ രാത്രി അവിടെ കിടന്നുറങ്ങേണ്ടി വന്നു. ഇപ്പോൾ കഴിഞ്ഞ ഇനിയാന്നത്തെ അനുഭവമാണ്. ഇത് വളരെ ചെറിയൊരു പേടിപ്പെടുത്തുന്ന അനുഭവങ്ങളാണെങ്കിലും പലപ്പോഴും ഇതുപോലെയുള്ള നിരവധി ഗ്രാമങ്ങളിലേക്ക്, ഉൾപ്രദേശങ്ങളിലേക്ക് നമുക്ക് യാത്രകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന, ഇങ്ങനെ എന്നല്ല വല്ല ഭീതിപ്പെടുത്തുന്ന അനുഭവങ്ങൾ വല്ലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. നിങ്ങൾ പറയുന്ന ഇതുപോലെ ഇപ്പോൾ ഫോഗ് വന്ന് വീണ് അപ്പുറത്തേക്ക് സീറോ വിസിബിലിറ്റി അല്ലേ, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ, അതിപ്പോൾ ഞാൻ ജയ്സാൽമീറിൽ പോകുന്ന സമയത്ത്, ഈ കഴിഞ്ഞ സമയത്തൊക്കെ ഡൽഹിയിൽ പൊല്യൂഷൻ കൂടി ഉണ്ടായതുകൊണ്ട് സീറോ വിസിബിലിറ്റി കഴിഞ്ഞ ആഴ്ചയിലൊക്കെ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. മറ്റൊന്ന് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത്, ഈ രാത്രിയിലുള്ള യാത്ര ഞാൻ ചെയ്യാറില്ല. ഒന്ന്, ഉത്തരേന്ത്യയിലെ അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ നാടിനേതുപോലെയല്ല, അങ്ങനെ പെട്ടെന്ന് ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. അതെപ്പോഴും നമ്മളിപ്പോൾ ഈ ഒരു വൈബ് യാത്രകൾ തുടങ്ങിയ സമയത്താണ് ഒരു ബൈക്കിൽ എങ്ങനെയും യാത്ര ചെയ്യാം, അല്ലെങ്കിൽ വെറുതെ നടന്നുകൊണ്ട് യാത്ര ചെയ്യാം എന്നൊരു രീതിക്ക് കുറച്ച് പ്രോത്സാഹനങ്ങൾ കിട്ടുന്നത്. ആ പ്രോത്സാഹനം അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ മാത്രമേ ഉണ്ടാകൂ എന്നാണ് ഞാൻ അഭിപ്രായപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അർറാക്കിബു ശൈത്വാനുൻ വറാക്കിബാനി ശൈത്വാനാനി വസലാസത്തു റക്ബുൻ, 3 ആൾ ചേർന്നതാണ് ഒരു യാത്ര എന്ന് പറയുന്നത്. അതിൽ സേഫ്റ്റി പ്രധാനമായതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ ശരീരം നോക്കാതെ യാത്ര ചെയ്യാം, പക്ഷെ അത് സേഫ്റ്റി നോക്കണം എന്നാണ് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആ ഹദീസിന്റെ യഥാർത്ഥ അർത്ഥം സേഫ്റ്റിയെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുറേ ആൾ നമുക്ക് കുറച്ച് ഇനി ഈ റീലിൽ നിന്ന് കാണുന്ന സമയത്ത് ഭയങ്കര രസമുണ്ടാവും ഇതൊക്കെ. ഇപ്പോൾ കച്ചിൽ ഞാൻ പോയ സമയത്ത് കച്ചിൽ ലാസ്റ്റ് വീഡിയോ കച്ചിലാണ്. നമ്മുടെ കേരളത്തെക്കാൾ വലിപ്പമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ലയാണ് കച്ച്. അപ്പോൾ ഈ കച്ചിൽ പോയ സമയത്ത് അന്നത്തെ യാത്ര തുടങ്ങുന്നത് സുബഹ് നമസ്കാരം കഴിഞ്ഞ് നേരെ കച്ചിലെ ഈ മരുഭൂമിയിലേക്ക് പോയ സമയത്ത് കൈ ഇങ്ങനെ പുറത്തേക്കിടാൻ പറ്റാത്ത വിധമുള്ള തണുപ്പാണ്. ഒന്ന് മാന്യമായി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല, കാരണം മരവിച്ചു പോവാൻ. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചില ആളുകളുടെ വീഡിയോകളൊക്കെ കാണും. ഈ കാശ്മീരിലൊക്കെ പോയിട്ട് കള്ളിത്തുണിയും കുപ്പായും എടുത്തിട്ട് ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന രീതിയൊക്കെ. അതൊക്കെ ഈ സത്യത്തിൽ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ടും അതിന് പ്രോത്സാഹനം കൊടുക്കുമ്പോൾ അടുത്ത ആൾ കയറി പോകുന്നത് ജാക്കറ്റ് പോലും ഇല്ലാതെയാണ്. അവിടെ എത്തുമ്പോഴാണ് ഇതിൻ്റെ ഭീതിതമായ അവസ്ഥയിലേക്ക് എത്തുന്നത്. കാശ്മീരിൽ പോകുമ്പോൾ ഞാൻ പൊതുവെ നമുക്കൊരു ഈ ഭാഗങ്ങളിലൊക്കെ ജാക്കറ്റ് ധരിച്ച് കാലിൻ്റെ ഭാഗത്തൊരു പാൻറ്റൊക്കെ ധരിച്ച് അങ്ങനെ നടന്നാൽ മതി എന്ന് നമ്മൾ കരുതുമ്പോൾ കശ്മീരികളായ അവർ പറയുന്നത് നിങ്ങളെക്കാൾ ഞങ്ങൾക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനും തണുപ്പിനെ സഹിക്കാനും ഞങ്ങൾക്ക് കഴിയും. പക്ഷെ ഞങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വസ്ത്രം ധരിക്കുന്നത്? ഇതിൻ്റെ ശേഷം ഒരു ബാക്കി പത്രം വരാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമാകണമെങ്കിൽ ഇപ്പം നല്ല സേഫ്റ്റി ആയിട്ട് വസ്ത്രം ധരിക്കുക, സേഫ്റ്റി നോക്കി നടക്കുക എന്നതാണ്. നമ്മുടെ ആളുകൾ പോയി ദാൽ തടാകത്തിൻ്റെ കുറച്ച് ഐസിലൂടെ നടക്കാൻ ശ്രമിക്കുക. ഈ അടുത്ത് ഹിമാചൽ പ്രദേശിൽ സംഭവിച്ചത് മലയാളികൾ പിന്നെ ഉറച്ച പ്രദേശത്തൂടെ നടന്നു പോയിട്ട് അവിടെ നിന്ന് പൊടിഞ്ഞു വീണ് അവിടെ നിന്ന് 3 ആൾ മരണപ്പെടുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. അപ്പോൾ സേഫ്റ്റി പ്രധാനമാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അത് പിന്നെ ഇത്തരം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. ഈ യാത്രകൾ പൊതുവെ യാത്രാ വ്ളോഗേഴ്സ് അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങൾ വർദ്ധിച്ച ഒരു കാലമാണ്. എന്നാൽ സംവിധാനങ്ങളും സാങ്കേതികത്വങ്ങളൊക്കെ വികസിക്കുന്നതിന് മുമ്പ് 30 വർഷങ്ങൾക്ക് മുമ്പാണ് ഉസ്താദ് ഉത്തരേന്ത്യൻ യാത്രകൾ നടത്തുന്നത്. ഷെയ്ഖുന സുൽത്താനുൽ ഉലമ, അതിനുശേഷം അഭിവന്ദരായ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്സരി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നിരന്തരമായ യാത്രകൾ ഉത്തരേന്ത്യയിലേക്ക് നടന്നപ്പോഴാണ് കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഉത്തരേന്ത്യയിലേക്ക് വണ്ടി കയറാൻ തുടങ്ങിയത്. യഥാർത്ഥത്തിൽ ആ യാത്രകൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഇപ്പോൾ കഴിഞ്ഞ NRC പിന്നെ വന്ന സന്ദർഭത്തിൽ CAA സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് വന്ന സന്ദർഭത്തിൽ ആസാമിലും അതുപോലെ മണിപ്പൂരിലെല്ലാം പോയി ലീഗൽ എയ്ഡ്സ് നടത്താൻ നേതൃത്വം നൽകിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ നിന്ന് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ കശ്മീർ മുതൽ ഇങ്ങോട്ട് 22ഓളം സംസ്ഥാനങ്ങളിൽ ആരും എത്തിയിട്ടില്ലാത്ത കാലത്ത് കേരളത്തിൻ്റെ സംസ്കാരങ്ങളെ പടർത്തുന്നതിന് വേണ്ടി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ നിരവധി യാത്രകൾ ഓരോരുത്തരെയും ഓരോ സംസ്ഥാനങ്ങളുടെ അംബാസഡർമാരായി നിയമിച്ച് അവിടെ അവർക്ക് വേണ്ട സംവിധാനങ്ങളും അവിടുത്തെ വിദ്യാഭ്യാസ മുന്നേറ്റങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം നൽകി ഉസ്താദ് നിയമിച്ച് അതിന് ശേഷം അഥവാ ഈ ഒരു 10-30 വർഷങ്ങൾക്ക് ശേഷം ഉള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഉസ്താദുമാർ നടത്തിയ വിദേശയാത്രകൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒരുപാട് പുരോഗതികളും മാറ്റങ്ങളും ഉണ്ടാക്കിയതുപോലെ കേരളീയർ മറ്റു സംസ്ഥാനങ്ങളിലെത്തിയപ്പോൾ വല്ല മാറ്റങ്ങളിലും അവരിൽ പ്രകടമായി തോന്നിയിട്ടുണ്ടോ? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ബില്ല് വന്ന സമയത്ത്, ആക്ട് ആകുന്നതിന് മുന്നേ ബില്ല് വന്ന സമയത്ത് 2019 7 വർഷമായി. അന്ന് ഞാൻ ആ സമയത്ത് ഒരു ഇറാഖ് യാത്ര പ്ലാൻ ചെയ്ത സമയമായിരുന്നു. ഇറാഖിലേക്ക് പോകാൻ വേണ്ടി ബോംബെയിൽ പോയിട്ട് വിസ വരെ ഇഷ്യൂ ചെയ്ത് പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അന്ന് പോകാൻ നിന്ന സമയത്ത് മർക്കസ് ലോ കോളേജിൽ നിന്ന് അഡ്വക്കേറ്റ് സമദ് പുലിക്കാട് പറഞ്ഞു, ഷംബീൽ നിങ്ങളും സുഹൃത്ത് അഡ്വക്കേറ്റ് സുഹൈലും കൂടി ആസാമിൽ സിൽച്ചാറിലേക്ക് പോകണം, അവിടെ
നമ്മുടെ മർക്കസ് ലീഗൽ എയ്ഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട്. CABൻ്റെ വിഷയത്തിൽ, NRCൻ്റെ വിഷയത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് സിറ്റിസൺഷിപ്പ് നഷ്ടപ്പെടുന്ന ഒരു വലിയ ദുർഘടാവസ്ഥയിലൊക്കെ ഉണ്ട്. നിങ്ങൾ പോകണമെന്നാണ്. അപ്പം ഞാൻ ചെറിയ രൂപത്തിൽ മടി കാണിച്ചു. ഞാൻ പറഞ്ഞത് ഞാൻ തന്നെ വേണ്ടതുണ്ടോ, എന്നെക്കാൾ കൂടുതൽ എക്സ്പേർട്ടായിട്ടുള്ള ലീഗൽ വിഷയത്തിൽ എക്സ്പേർട്ടുള്ള ഒരാളെ കൂടെ അയച്ചാൽ പോരെ എന്ന് വെച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ലീഗൽ എക്സ്പേർട്ട് മാത്രം മതിയാവില്ല. അവിടെ കോർഡിനേഷൻ, ഓർഗനൈസേഷൻ, ഇങ്ങനത്തെ കഴിവുകൾ കൂടിയുള്ള ആളുകൾ പോകണം എന്നുള്ള നിലക്ക് എന്നോട് വീണ്ടും നിർബന്ധം പ്രകടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ വിഷയം സംബന്ധമായിട്ട് ഉസ്താദിൻ്റെ അടുത്ത് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു ഇറാഖ് യാത്ര ബഗ്ദാദിലേക്കൊന്ന് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു, അതാണ് ഈ ശരിക്കും ഹിദ്മ, മനുഷ്യാനുഭവങ്ങളുടെ ഈ മാനുഷിക സപ്പോർട്ടിനെ കുറിച്ചുള്ള നമ്മുടെ ഉസ്താദന്മാരുടെ കാഴ്ചപ്പാട് എത്രത്തോളം വിശാലമാണ് എന്നുള്ളത് ഞാനന്ന് മനസ്സിലാക്കിയതാണ്. ഇറാഖിലേക്ക് മഹാന്മാരൊക്കെ സിയാറത്ത് ചെയ്യുന്ന ഈ മഹാന്മാരൊക്കെ ആയത് തന്നെ ഇത്തരത്തിലുള്ള മാനുഷിക ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിലൂടെയാണ്. നീ ഇപ്പോൾ സിയാറത്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ നിനക്ക് പ്രതിഫലം ലഭിക്കുന്നതും കൂടുതൽ നിന്റെ ഒരു ആക്ടിവിറ്റീസ് നിനക്ക് സഹായം ചെയ്യാൻ കഴിയുന്നത് NRCയിൽ കുടുങ്ങിയ മനുഷ്യന്മാർക്ക് നിന്നിലൂടെ ഒരു ലീഗൽ എയ്ഡ് നിയമസേവനം നൽകാൻ ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അതാണ് നിനക്ക് ഏറ്റവും ഹൈർ എന്ന് എന്നോട് എൻ്റെ ഉസ്താദ് നിർദ്ദേശിച്ചപ്പോൾ ഞാൻ ബഗ്ദാദ് യാത്ര ക്യാൻസലാക്കിയിട്ടാണ് അന്ന് CAA വിഷയത്തിന് വേണ്ടിയിട്ട് ആസാമിലേക്ക് യാത്ര തിരിച്ചു. സോ ഇതാണ് നമ്മുടെ ഒരു ബേസ്. നമ്മുടെ യാത്രകളും നമ്മുടെ ഇടപെടലുകളൊക്കെ മനുഷ്യർക്കൊപ്പം എന്നുള്ള ആ ഒരു മോട്ടോ ആണ് ഉയർത്തിപ്പിടിക്കുന്നത്. ഇപ്പോൾ എവിടെ പോയാലും, ഇപ്പോൾ നമ്മുടെ ഇൻഡോറിൽ ഒരിക്കൽ ഞാൻ പോയപ്പോൾ 2014 or 2013 ഇൻഡോറിൽ ഒരിക്കൽ പോയ സമയത്ത് അവിടെ ഒരു വലിയ ദുർഗന്ധം വമിക്കുന്ന ഒരു ചാലിൻ്റെ അരികിലൂടെ പോയിട്ടാണ് ഒരു ചെറിയൊരു നഴ്സറി സ്കൂൾ. ചെറിയ നഴ്സറി എന്ന് പറഞ്ഞാൽ ചെറിയത്, നമ്മളെ ഇവിടുത്തെ കാഴ്ചപ്പാടിൽ സഹറത്തുൽ ഖുർആൻ്റെ ഒക്കെ കെട്ടിടത്തിന് തത്തുല്യമായ ഒരു 10ഓളം റൂമുള്ള ഒരു ചെറിയ കെട്ടിടം. ആ കെട്ടിടത്തിൽ പോയപ്പോൾ അവിടെ ഒരു വലിയ നോട്ടീസ് ബോർഡിൽ കുറേ ഫോട്ടോസ്. ആ ഫോട്ടോസിന് മെയിനായിട്ട് എടുത്തു കാണിക്കുന്നത് 3 ഫോട്ടോസായിരുന്നു. ഒന്ന് അവിടെ ഷെയ്ഖുന സുൽത്താനുലമ ഏതോ വർഷം പഴയ ഒരു നരച്ച കോട്ട് തൊട്ട് സന്ദർശിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. തൊട്ടിപ്പുറത്ത് ബഹുമാനപ്പെട്ട ഹക്കീം അസേരി ഉസ്താദ് സന്ദർശിച്ചൊരു ഫോട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇവരൊക്കെ ഏതോ കാലത്ത് വന്നതാണ്. അപ്പോൾ ഇവരുടെ ഈ സന്ദർശനവും അവരവിടെ നൽകിയ ഉപദേശ നിർദ്ദേശങ്ങളിൽ നിന്നും ഉയർക്കൊണ്ടതാണ് പിന്നീട് ഇന്നിപ്പോൾ മധ്യപ്രദേശ് ഇൻഡോർ കേന്ദ്രീകരിച്ച്, ഹസ്രാന കേന്ദ്രീകരിച്ച് വികസിച്ച് വന്നിരുന്ന പാക്കിസ ഗ്രൂപ്പിൻ്റെ മർക്കസ്, അവിടെ ഒരു മർക്കസ് നോളജ് സിറ്റി അവിടെ ഉയർന്നു വന്നിട്ടുണ്ട്. കശ്മീരിൽ പോയാൽ കാണാം ഗുൽഷനെ ഷേഖ് അബൂബക്കർ എന്ന് പറഞ്ഞിട്ട് മർക്കസിൽ നിന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അവിടെ ഒരു വിദ്യാഭ്യാസ വിപ്ലവം ഉണ്ടാക്കി. അപ്പോൾ ഇവരുടെ യാത്രകൾ, ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആയ കാലത്ത് നടത്തിയ യാത്രകളുടെ ഒരു വൈപുല്യമാണ് ഓരോ സ്ഥലത്തും ഇന്ന് നമ്മുടെ കേന്ദ്രങ്ങൾ ഉയർന്നതും സാമൂഹിക പ്രവർത്തനങ്ങളിൽ വലിയ വികസനം ഇന്ത്യയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഗുജറാത്തിൽ പോയാൽ, ഗുജറാത്തിലെ പോർബന്തറിലാവട്ടെ, പോർബന്തറിൽ ബഹുമാനപ്പെട്ട സത്താർ ഹമദാനി, ഷേഖ് അബ്ദുൽ സത്താർ ഹമദാനി, ഇവിടെ നമ്മളെ മദീനത്തുന്നൂറിലെ ഗ്രന്ഥാലയങ്ങളിലേക്ക് എടുത്തു നോക്കിയാൽ കാണാം മർക്കസെ അഹ്ലുസുന്ന പോർബന്തർ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യദർശി ബഹുമാനപ്പെട്ട സത്താർ ഹമദാനി സാഹിബിനോട് ചോദിച്ചാൽ അവർക്കൊക്കെ ഇത്തരത്തിലുള്ള അഹ്ലുസുന്നയുടെ പ്രവർത്തനങ്ങളിലും ഹ്യൂമാനിറ്റേറിയൻ ആക്ടിവിറ്റീസിലും ഭാഗമാകാൻ കഴിയുന്നത് വർഷങ്ങൾക്ക് മുന്നേ 1980കളിലും 90കളിലും ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ഇവിടുന്നുള്ള മുറിച്ചു കടന്നുള്ള യാത്രകളാണ് അവർക്ക് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിന് ആക്കം കൂട്ടിയെന്നുള്ള നമുക്ക് പറയാൻ കഴിയും. അത് ഉസ്താദ് പലപ്പോഴും പറയാറുണ്ട്. ഒരു കാലത്ത് വൈജ്ഞാനികമായും സാമ്പത്തികമായും പിന്നാക്കം നിന്നിരുന്ന കേരളീയ സമൂഹത്തിന് ഉത്തരേന്ത്യൻ, പ്രത്യേകിച്ച് വൈജ്ഞാനിക മേഖലകളിൽ ഉത്തരേന്ത്യൻ പണ്ഡിതന്മാരുടെ സംഭാവനകൾ, അതുപോലെ കേരളം വളരെ പിന്നാക്കം നിന്നിരുന്ന കാലത്ത് JDT നിർമ്മിച്ചത് പഞ്ചാബികളാണ് തുടങ്ങിയ പല കാര്യങ്ങളും കേരളത്തിലേക്ക് പുറത്തുനിന്ന് വന്ന സഹായങ്ങളെ ഓർക്കുകയും പലപ്പോഴും പറയും, ഇനി നമ്മളിപ്പോൾ അങ്ങോട്ട് കൊടുക്കേണ്ട കാലഘട്ടമാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട് എന്ന, നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു മാനുഷികമായ ഒരു സമർപ്പണത്തിൻ്റെ ഭാഗം കൂടിയാണ് ഇന്ന് ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദേശീയ മുന്നേറ്റങ്ങളെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങയുടെ യാത്രയിൽ കൂടുതൽ കാശ്മീർ കേന്ദ്രീകൃതമായി കൂടുതൽ വീഡിയോസ് കാണാം. എന്തുകൊണ്ടാണ് കാശ്മീരിലേക്ക് വീണ്ടും മീൻസ് ഞാൻ അങ്ങയുടെ വീഡിയോ പരതിയപ്പോൾ കൂടുതൽ കാശ്മീരിൽ നിന്നുള്ള അനുഭവങ്ങളാണ്, പ്രത്യേകിച്ച് വലിയ സാഹിത്യ പാരമ്പര്യം, സൂഫി പാരമ്പര്യം, വ്യത്യസ്ത സംസ്കാരങ്ങളെല്ലാം ഉള്ള ഒരു പ്രദേശം. ഏത് ഘടകമാണ് അങ്ങോട്ട് കൂടുതൽ ആകർഷിച്ചത്? കാശ്മീരിൻ്റെ ചരിത്രം പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ വൈവിധ്യങ്ങളുണ്ട്, സംസ്കാരങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത വൈവിധ്യമാണ് കാശ്മീരിൽ മാത്രമുള്ളത്.
നമ്മൾ ഇന്ത്യയിലെ ഒരു സാഹചര്യത്തെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കാശ്മീർ അങ്ങനെ ആകേണ്ടതല്ല എന്ന് പറയും. പക്ഷേ കാശ്മീരിനെ രൂപപ്പെടുത്തിയത് ഒരു മഹാനായ സൂഫി പണ്ഡിതനാണ്. ഷാഹെ ഹംദാൻ എന്ന് പേരിൽ അറിയപ്പെടുന്ന മീർ സയ്യിദ് അലി ഹംദാനി എന്ന ഒരു സൂഫി പണ്ഡിതനാണ് കാശ്മീരിനെ രൂപപ്പെടുത്തിയത്. 1300കളിൽ അദ്ദേഹം ഇന്നത്തെ ഇറാനിൽ നിന്ന്, പേർഷ്യയിൽ നിന്ന് തൻ്റെ 700ഓളം ശിഷ്യഗണങ്ങളും ഒത്താണ് കാശ്മീരിലെത്തിയത്. ഈ 700 പേരുടെ പ്രത്യേകത, അവർ ഓരോരുത്തരും ഓരോ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരായിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഒരു ഉസ്താദിൻ്റെ ശിഷ്യഗണങ്ങളാണ്. നമ്മൾ ഒരു വിഷയത്തിൽ മാത്രമല്ല, എല്ലാ വിഷയങ്ങളിലും കഴിവ് തെളിയിച്ചൊരു കൂട്ടായ്മയായിട്ട് നമ്മൾ മാറണം എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് 1300കളിൽ ഈ കാശ്മീരിലെത്തിയ മീർ സയ്യിദ് അലി ഹംദാനി. കാശ്മീരിലെ കാൻഗാഹ് മൗല എന്ന പള്ളി, പ്രസിദ്ധമായ പള്ളി, അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഖബർ തജിക്കിസ്ഥാനിലാണ്. തജിക്കിസ്ഥാനിലെ കറൻസികളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു വിഭാഗം നല്ല ഷെഫുമാരായിരുന്നു. അവരാണ് കാശ്മീരിലേക്ക് മട്ടൻ ഹരീസ പരിചയപ്പെടുത്തിയത്. അപ്പോൾ നമ്മുടേത് ഒരു പരന്ന മേഖലയാണ് എന്നതിൻ്റെ തെളിവാണ്. എന്ന് മാത്രമല്ല, ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള ഷോള് കാശ്മീരിലെ പശ്മിന, അതിൻ്റെ സാധ്യത കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. എന്ന് മാത്രമല്ല, കാശ്മീരിലെ വാസുവാൻ, അതുപോലെ കൈ കഴുകുന്ന രീതിയിലുള്ള താഷ്തിനാർ, പിന്നെ ഈ കാങ്കിടി, ഈ പിന്നെ ചൂടിൽ നിന്ന് രക്ഷ തേടാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ ഈ അടുത്ത് ഞാൻ പോയപ്പോൾ ഹസ്രത്ത് ബൽ പള്ളിയിൽ അതിൻ്റെ ഇൻറ്റീരിയർ വളരെ ഗംഭീരമായി റെനോവേറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് പോയി നോക്കിയപ്പോൾ കാശ്മീരിലെ പ്രസിദ്ധമായ പേപ്പർ മാഷി എന്ന് പറയുന്ന ഒരു ആർട്ട് ഉപയോഗിച്ചാണ് അത് ഇത്ര ഗംഭീരമാക്കിയത്. നിങ്ങളിപ്പോൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പേപ്പർ മാഷി എന്നുള്ള ആർട്ട് കശ്മീരിന് പരിചയപ്പെടുത്തിയത് ഈ ശിഷ്യന്മാരിൽപ്പെട്ട ഒരാളാണ്. അവരിൽപ്പെട്ട കുറഞ്ഞ ആളുകൾ നല്ല ആർട്ടിസ്റ്റുകളായിരുന്നു. ഇന്നും പേപ്പർ മാഷി അല്ലെങ്കിൽ പാപ്പിയ മാഷി എന്നുള്ള ആർട്ട് കാശ്മീരിൽ നിലവിലുണ്ട്. നമ്മൾ കളിമണ്ണിൽ രൂപങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ വേസ്റ്റ് പേപ്പറിൽ വെള്ളത്തിൽ കുതിർത്ത് അതിൽ നിന്ന് രൂപങ്ങൾ ഉണ്ടാക്കുകയും അതിൽ ചായം നൽകുകയും ചെയ്യുന്ന മനോഹരമായ ആർട്ടാണ് ഈ പേപ്പർ മാഷി എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഇന്നത്തെ ഹസ്രത്ത് ബൽ പള്ളി റെനോവേറ്റ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഉൾഭാഗം. അപ്പോൾ കാശ്മീരിൻ്റെ യഥാർത്ഥമായ രീതി, അതിൻ്റെ സംസ്കാരം രൂപപ്പെടുത്തിയതിൽ സൂഫികളായ മുസ്ലിം പണ്ഡിതന്മാർക്ക് തീർച്ചയായിട്ടും അതിൽ സാന്നിധ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഷെയ്ഖുൽ ആലം ഷെയ്ഖ് നൂറുദ്ദീൻ നൂറാനി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന്റെ പേരിലാണ് ഇന്നത്തെ കാശ്മീരിലെ ശ്രീനഗർ ഇന്റർനാഷണൽ എയർപോർട്ട് അറിയപ്പെടുന്നത്. ഷെയ്ഖുൽ ആലം എയർപോർട്ട് എന്നാണ് അതിൻ്റെ പേര്. അപ്പം കാശ്മീരിനെ രൂപപ്പെടുത്തിയത് പണ്ഡിതന്മാരാണ്, സൂഫികളാണ്. അപ്പോൾ ഇനിയൊരു കാലത്ത് എല്ലാം വിളയുന്ന, മനോഹരമായി വിളയുന്ന ഈ ഭൂമിയിൽ, ഈ ഇന്ത്യയിൽ ഇനിയൊരു മുസ്ലിം സമുദായത്തിൻ്റെ ഒരു നിറമുള്ള ഭാവി രൂപപ്പെടുത്തേണ്ടത് നമ്മളൊക്കെ തന്നെയാണ് എന്നാണ് എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. ഈ കഥ നീണ്ടിങ്ങനെ പോകും, സമയം അവസാനിച്ചിട്ടുണ്ട്. 2 യാത്രാനുഭവങ്ങളും നമ്മോട് ഉണർത്തുന്ന കാര്യം, അറിവ് സമ്പാദിച്ച് തുറന്ന കണ്ണുകളുമായി രാജ്യത്തിൻ്റെ ഗ്രാമങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുകയും മനുഷ്യർക്കൊപ്പം അവരുടെ വേദനകൾ അറിഞ്ഞ്, അവരുടെ ദാഹമറിഞ്ഞ്, അവരുടെ ദാഹമകറ്റാനും വിശപ്പകറ്റാനും വൈജ്ഞാനികമായി അവരെ ഉത്തേജിപ്പിക്കാനും എല്ലാമുള്ള അവസരങ്ങൾ നിരവധിയാണ് നമ്മുടെ മുമ്പിലെന്നാണ് ഓരോ യാത്രകളും അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ബാക്കിയാക്കുന്നത്. നമുക്കും തുടർന്നുള്ള യാത്രകൾക്ക് സാധിക്കട്ടെ. യാത്രകളെല്ലാം പ്രയോജനപ്രദമായ, മറ്റുള്ളവർക്ക് ഗുണപരമായ യാത്രകൾ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ അഭിവന്യ ഗുരുവര്യർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദ്, നമ്മളൊക്കെ 2005 അഥവാ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിരന്തരമായ ഉസ്താദിൻ്റെ യാത്രകളുണ്ടാകും. ആ യാത്രകളുടെ അനുഭവങ്ങൾ പലപ്പോഴും നമ്മോട് പങ്കുവെക്കും. ആ അനുഭവങ്ങളാണ് പിന്നീട് ഇന്ന് ഇന്ത്യയുടെ ഈ 10-24 സംസ്ഥാനങ്ങളിൽ നൂറാനികൾ വിദ്യാഭ്യാസ വൈജ്ഞാനിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിൻ്റെ ഇന്ധനം ഉസ്താദ് അന്ന് നടത്തിയ യാത്രാ അനുഭവങ്ങളും ആ അനുഭവങ്ങളുടെ പറച്ചിലുകളും അവിടുത്തെ പ്രചോദനങ്ങളുമാണ്.
ആ വഴിയെ നമ്മൾ ഇനി എല്ലാ കാലങ്ങളിലും ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തി എല്ലാവർക്കും നന്ദി അറിയിച്ച് ഈ ചടങ്ങ് അവസാനിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.